ഹലോ ഗൈസ്, എൻ്റെ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ എത്തിയിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ മുതൽ ഒരു ഉച്ച വരെ ഞാൻ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നാണ് കാണിക്കാൻ പോകുന്നത്. വലിയതായിട്ടൊന്നുമില്ല, ആസ് യൂഷ്വൽ. എന്നാലും വേറൊരു പണിയില്ലാത്തത് കൊണ്ട് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇന്നലെ തന്നെ കിടന്നുറങ്ങിയത്. അതുകൊണ്ട് പതിവിലും കുറച്ച് നേരത്തെ ഞാൻ എഴുന്നേറ്റു, കാരണം വീഡിയോ എടുക്കണമല്ലോ. പണ്ടൊക്കെ നേരെ ഞാൻ എഴുന്നേറ്റാൽ ബ്രഷ് ചെയ്യാനാണ് പോയിട്ടുണ്ടായിരുന്നത്. ഇപ്പം നേരെ കിച്ചണിലേക്കാണ്. ഗുജറാത്തിലുണ്ടായിരുന്നപ്പം അവിടുത്തെ കമ്പനിയിൽ നിജിക്ക് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും എല്ലാം ഉണ്ടായിരുന്നു. ഇവിടെ ഒമാനിലെത്തിയതിന് ശേഷം ലഞ്ച് മാത്രമേ കിട്ടുന്നുള്ളൂ. അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം. രാത്രി തന്നെ ഞാൻ നാളത്തേക്ക് ഉണ്ടാക്കേണ്ട സാധനങ്ങൾ പ്ലാൻ ചെയ്ത് അതിന് വേണ്ട സാധനങ്ങളൊക്കെ റെഡിയാക്കി ഫ്രിഡ്ജിലാക്കി വെക്കും. എൻ്റെ മെയിൻ ബ്രേക്ക്ഫാസ്റ്റുകളായ ദോശ, പുട്ട്, ബ്രെഡ് ആൻഡ് ഓംപ്ലേറ്റ്, അല്ലെങ്കിൽ ബ്രെഡ് ആൻഡ് ബുൾസൈ, ഇതാണ്. ഇന്നൊരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് എനിക്ക് ഒട്ടും വശമില്ലാത്ത വെള്ളപ്പമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. വെള്ളപ്പം ഞാൻ ഒരു 3-4 തവണ ഞാൻ ഇവിടെ വന്നതിന് ശേഷം ട്രൈ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഫ്ലോപ്പാണ് ചെയ്തത്. അതിനുശേഷം ഞാൻ എന്ത് ചെയ്തു, എൻ്റെ നെയ്ബറായിട്ടുള്ള എൻ്റെ ഫ്രണ്ടും കൂടി ആയിട്ടുള്ള ചേച്ചീനെ വിളിച്ചിട്ട് എനിക്കിതിൻ്റെ മാവ് ഒന്ന് റെഡിയാക്കി തരാൻ പറഞ്ഞു. അവർ ഇന്നലെ വൈകുന്നേരം വന്ന് അതൊക്കെ റെഡിയാക്കി തന്നിട്ടുണ്ടായിരുന്നു. ഇനി ഞാൻ ഉണ്ടാക്കേണ്ട കടമയുള്ളൂ. കറി എന്ത് വേണമെന്ന് ആലോചിച്ചപ്പോഴാണ് മുട്ടക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. അതിൻ്റെ റെസിപ്പി ഞാൻ ഇതിൻ്റെ കൂടെ ഇടുന്നില്ല, അതൊരു വേറൊരു കണ്ടന്റ് ആയിക്കോട്ടെ. മാവൊക്കെ അത്യാവശ്യം പൊന്തി വന്നിട്ടുണ്ടായിരുന്നു, അതിൽ തന്നെ പാതി ആശ്വാസം. അതിനുശേഷം മുട്ട പുഴുങ്ങലാണ്. ഈ മുട്ട പുഴുങ്ങുക എന്ന് പറയുന്നതും എനിക്കൊരു ചടങ്ങാണ്. ചില സമയത്ത് അങ്ങോട്ട് വെന്ത് കിട്ടില്ല, അതുകൊണ്ട് ഞാൻ ഒത്തിരി സമയം ഇത് വേവിച്ചിട്ടുണ്ടായിരുന്നു. അവൽ ഞാൻ വെറും വയറ്റിൽ ചിയ സീഡ്സ് കുതിർത്തിട്ടുള്ള വെള്ളം, ചൂടുവെള്ളമാണ് ഞാൻ കുടിക്കാറ്. അതിനുവേണ്ടി ഞാൻ തലേന്നൊന്നും ഇട്ട് വെക്കാറില്ല. മോർണിംഗ് എഴുന്നേറ്റ് ഉടനെ തന്നെ പച്ചവെള്ളത്തിൽ കുതിർത്തി വെക്കും. ഉറക്കുന്നവിടെ ശരിയായിട്ടില്ല, അല്ലെങ്കിൽ എനിക്ക് ഈ രാവിലെ എഴുന്നേൽക്കുക എന്ന് പറയുന്നത് ഭയങ്കര വിഷമമുള്ള കാര്യമാണ്. അത്ര നേരത്തെ ഒന്നും അല്ല എഴുന്നേറ്റത്, എങ്കിലും എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ഒത്തിരി നേരത്തെയാണ്. 6:10 എന്ന് പറഞ്ഞാൽ. അടുത്ത കലാപരിപാടി ബ്രഷ് ചെയ്യലാണ്. അതൊക്കെ ചെയ്ത് വീണ്ടും കിച്ചണിലേക്ക്. അങ്ങനെ മുട്ടക്കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. പിന്നെ കുതിർത്ത് വെച്ച് ചിയ സീഡ്സിൻ്റെ വെള്ളം കുറച്ച് കുടിച്ചു. ഇളം ചൂടുവെള്ളം ഒഴിച്ചിട്ടാണ് കുടിക്കാറ്. എനിക്കറിയാവുന്ന എല്ലാ ദൈവങ്ങളെയും മനസ്സിൽ വിചാരിച്ച് ചൂടായ വെള്ളപ്പച്ചട്ടിയിലേക്ക് മാവ് ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് നന്നായിട്ടൊന്ന് ചുറ്റിച്ചു കൊടുത്തു. പിന്നെ മനസ്സിലായി ഷേപ്പിലാണ് വ്യത്യാസം, മാവിനല്ല എന്നുള്ളത്. അതുകൊണ്ട് ഈ പരിപാടി അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ, ഇതെങ്ങനെയാണ് ഈ ഷേപ്പ് ഒന്ന് വരുത്തേണ്ടത് എന്നുള്ളത്. 7 മണിയാകുമ്പോഴത്തേക്ക് ഡൈനിങ് ടേബിളിൽ ചായയും വെള്ളപ്പവും നല്ല മുട്ടക്കറി റെഡിയായി. കഴിച്ച് നിജി ടാറ്റയൊക്കെ പറഞ്ഞ് പോവാണ്. ആ കാണുന്ന ബിൽഡിങ്ങിൻ്റെ മുമ്പിലാണ് നിജീൻ്റെ ബസ് വരിക. ചിയ സീഡ്സിൻ്റെ വെള്ളം കുടിച്ചതിന് ശേഷം ഞാൻ കഴിക്കുന്നതാണ് ABC. മുൻപ് വാട്ടർ ഈറ്റിനെ ചെയ്തപ്പോൾ ഞാൻ ABC ജ്യൂസ് കുടിക്കാൻ സ്റ്റാർട്ട് ചെയ്തു. എൻ്റെ കൂടെ തന്നെ അത് കുടിക്കാൻ നല്ല ബുദ്ധിമുട്ടാണെന്നും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇപ്പം ഞാൻ ജ്യൂസ് അടിക്കാണ്ട് ഇങ്ങനെ കഷ്ണാക്കിയിട്ടാണ് കഴിക്കാറ്. ഇപ്പോൾ ഈ അടുത്ത് കിട്ടിയ ഭ്രാന്താണ് അലിയൻസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കോമഡി സീരിയലുണ്ട്, അത് കാണുക എന്ന് പറയുന്നത്. ഒത്തിരി എപ്പിസോഡുണ്ട്, അത് ഞാൻ കണ്ടു തീർക്കണം എന്നാണ് എൻ്റെ ഇപ്പോഴത്തെ ഒരു ടാർഗറ്റ്. സമയം 8:10 ആയിട്ടേ ഉള്ളൂ, കുറച്ച് സമയം ഉറക്കാവാം. ഉച്ചയ്ക്ക് 12 മണിയായിട്ടുണ്ട് സമയം. ബ്രേക്ക്ഫാസ്റ്റും ലഞ്ച് അങ്ങോട്ട് ഒരുമിച്ച് കഴിക്കാമെന്ന് വിചാരിച്ചു. ഇതോടെ എൻ്റെ ഒരു ദിവസത്തെ പകുതി അങ്ങോട്ട് കഴിഞ്ഞു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോ കാണാം.